മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു മാസത്തോളം നീണ്ട പ്രചരണത്തിനൊടുവിൽ കലാശക്കൊട്ട് അവിസ്മരണീയമാക്കി 3 മുന്നണികളും. വെള്ളിയാഴ്ച കേരളം ബൂത്തിലേക്ക്. ഇടതു മഹിളാ മുന്നണിയുടെ നേതൃത്വത്തിൽ ചേർപ്പയിൽ വനിതാ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. രാമപുരം ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തി ആഘോഷിച്ചു. തൃശൂർ അരിമ്പൂരിൽ പട്ടാപകൽ വീടിനകത്ത് മുറിയിൽ കിടന്നിരുന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ നാടോടി സ്ത്രീ തട്ടിയെടുത്ത് കടന്നുകളയാൻ ശ്രമിച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പരസ്യ പ്രചാരണം അവസാനിച്ചു. ഒരു മാസത്തോളം നീണ്ട പ്രചരണത്തിനൊടുവിൽ കലാശക്കൊട്ട് അവിസ്മരണീയമാക്കി 3 മുന്നണികളും. വേനൽ ചൂടിനപ്പുറം ചൂടേറിയ പരസ്യപ്രചരണത്തിന്റെ ദിനരാത്രങ്ങൾക്ക് 3 മുന്നണികളും സമാപനം കുറിച്ചത് വൻ ആവേശത്തിൽ. വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും വിശ്രമമില്ലാത്ത ഓട്ടവും പരിസമാപ്തിയിലേക്ക്. വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ മുരളീധരന്റെ പോരാട്ട പ്രകാശം കടന്നു വരികയാണ്. ആളും ആരവും നിറയുന്ന കൊട്ടിക്കലാശത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ബുധനാഴ്ച വൈകിട്ട് 6ഓടെ സമാപിച്ചത്. വ്യാഴാഴ്ച നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് വെള്ളിയാഴ്ച കേരളം ബൂത്തിലേക്ക് നീങ്ങും. മൈക്ക് അനൗൺസ്മെന്റുകൾ, പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, വീടാന്തരമുള്ള സ്ക്വാഡുകൾ, സ്വീകരണ പരിപാടികൾ, റോഡ് ഷോകൾ എന്നിങ്ങനെ വോട്ടർമാരുടെ മനസ്സ് തേടിയുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു പിന്നിട്ട ദിവസങ്ങൾ. പ്രാദേശികവും ദേശീയവുമായ നിരവധി വിഷയങ്ങൾ പ്രചരണ വിഷയങ്ങളായി. നിർണായക തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കാണ് മേൽക്കൈ എന്ന ഇടതുപക്ഷവും UDFും വിലയിരുത്തുന്നു. അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ BJPയും പങ്കുവയ്ക്കുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും വൻ പ്രതീക്ഷയിലാണ്. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ്. അവസാന 48 മണിക്കൂറിൽ നിശബ്ദ പ്രചരണം മാത്രമാണ്. ഈ സമയം നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പണം കൈമാറ്റം, സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ, മദ്യവിതരണം എന്നിവ കണ്ടെത്തിയാൽ നടപടിയെടുക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനമുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. പുറത്തുനിന്നുള്ള പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല. ലൈസൻസുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള നിരോധനം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നവരെ തുടരും. ജില്ലയിൽ 2319 പോളിംഗ് ബൂത്തുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ജില്ലയിൽ 1194 പോളിംഗ് ലൊക്കേഷനുകളിലായി ഉള്ളത് 2319 പോളിംഗ് ബൂത്തുകൾ. ചേലക്കര 177, കുന്നംകുളം 174, ഗുരുവായൂർ 189, മണലൂർ 190, വടക്കാഞ്ചേരി 181, ഒല്ലൂർ 185, തൃശൂർ 161, നാട്ടിക 180, കയ്പമംഗലം 153, ഇരിങ്ങാലക്കുട 181, പുതുക്കാട് 189, ചാലക്കുടി 185, കൊടുങ്ങല്ലൂർ 174 എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലം തിരിച്ചുള്ള കണക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം 1275 പോളിംഗ് ബൂത്തുകളും 6 ഓക്സിലറി ബൂത്തുകളും ഉൾപ്പെടെ 1281 ബൂത്തുകളാണുള്ളത്. ഗുരുവായൂർ 189, മണലൂർ 190, ഒല്ലൂർ 185, തൃശൂർ 161, നാട്ടിക 180, ഇരിങ്ങാലക്കുട 181, പുതുക്കാട് 189 എന്നിങ്ങനെയാണ് ബൂത്തുകളുടെ എണ്ണം. ഒല്ലൂരിൽ 2 വീതവും നാട്ടികയിൽ 6 വീതവും ഓക്സിലറി ബൂത്തുകളും സജ്ജമാണ്. തൃശൂർ അരിമ്പൂരിൽ പട്ടാപകൽ വീടിനകത്ത് മുറിയിൽ കിടന്നിരുന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ നാടോടി സ്ത്രീ തട്ടിയെടുത്തു. പുറത്തെത്തിച്ച് ചാക്കിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ ഓടിയെത്തിയതോടെ കുഞ്ഞിനെ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച് സ്ത്രീ കടന്നുകളഞ്ഞു. വെളുത്തൂർ വിഷ്ണു അലീന ദമ്പതികളുടെ മകൻ അത്വിക്കാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്.
അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. അരിമ്പൂർ വെളുത്തൂരിൽ സെന്റ് ജോർജ് പള്ളി കപ്പോളിക്ക് സമീപത്താണ് സംഭവം. സ്വകാര്യ ബസ് കണ്ടക്ടറായ വിഷ്ണുവിന്റെയും അലീനയുടെയും 9 മാസം പ്രായമുള്ള മകൻ അദ്യുക്കിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. ഈ സമയം അലീന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിനകത്ത് തളത്തിനോട് ചേർന്ന കിടപ്പുമുറിയിലെ കട്ടിലിൽ അദ്യുക്കിനെ കിടത്തിയിരുന്നു. മരുന്ന് കൊടുക്കുന്ന ഫില്ലർ കഴുകാനായി അലീന വീടിന് പിറകിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതായപ്പോൾ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കട്ടിലിൽ കിടത്തിയെടുത്ത് കാണാനില്ലായിരുന്നു. നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കൂടി അലീന കണ്ടത് തന്റെ പൊന്നുമോനെയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിക്കുന്ന നാടോടി സ്ത്രീയെയാണ്. പുറത്ത് കരുതി വെച്ചിരുന്ന ചാക്കിനടുത്തേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നതിനിടയിലാണ് അലീന ഓടിയെത്തിയത്. ശ്രമം പാളിയതറിഞ്ഞ നാടോടി സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ചാക്കുമെടുത്ത് വീടിന് എതിർവശത്തുള്ള റോഡിലൂടെ കടന്നു കളഞ്ഞു. തടിച്ചു ഉയരമുള്ള സ്ത്രീയാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും അലീന പറഞ്ഞു. ഇന്നലെ 2:20 എൻ്റെ മോനെ ഞാൻ കട്ടിലുമ്മക്ക് എടുത്തിട്ട് ഞാൻ ഫില്ലർ കഴുകാൻ പോയതാണ്. അപ്പോൾ ഞാൻ വന്ന് ഉണ്ണീനെ അരക്കാൻ കേൾക്കണ്ടായപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ണീനെ അവിടെ കാണാനില്ല. ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ കുട്ടീനെ പിടിച്ച് ഗേറ്റിൻ്റെ അവിടെ ചാക്കെടുക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ ഡിയാഡിയെന്ന് വിളിച്ചപ്പോൾ കുട്ടീനെ അവൾ ഗേറ്റിൻ്റെ അവിടെ എടുത്തിട്ട് അവൾ അങ്ങോട്ട് ഒരൊറ്റ ഓട്ടോ ഓടി. ഇപ്പം ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാണ്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ നാടോടി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇവരുടെ വീടിന് മുൻപിൽ കച്ചവടം നടത്തുന്ന മുട്ടത്ത് വർഗീസിന്റെ വീട്ടിലാണ് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത്. വർഗീസും ഈ കാര്യം പിന്നീടാണ് അറിയുന്നത്. തൃശൂരിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന അലീനയുടെ അമ്മ കൊച്ചുറാണിയും സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ തിരികെ ലഭിച്ച സന്തോഷത്തിനിടയിലും പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. ഇടതു മഹിളാ മുന്നണിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ വനിതാ സംഗമവും റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പരിപാടി മുൻ MLA R. ലതാദേവി ഉദ്ഘാടനം ചെയ്തു. ക്ലേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്നലെ മറ്റന്നാൾ കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കുറച്ച് സമയമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മുടെ രക്ഷയാണ് തുലാസിൽ ആടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും പരമാധികാരത്തിന്റെയും മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കാവലാളായിട്ടുള്ള ഭരണഘടനയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ വിപത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കണ്ടേ? ഇന്ത്യയെ ശക്തമായിട്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിനായിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും ജയിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, പ്രിയങ്കരൻ എന്ന് പറയുന്ന ആലങ്കാരികമായിട്ട് പറയുകയല്ല, നമ്മുടെ സ്വന്തം സഹോദരനായിട്ടുള്ള തൃശൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ അംഗം എന്നുള്ള തലത്തിൽ ആയിരക്കണക്കിന് കർഷകരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സുനിൽകുമാറിന് ആളുകളൊക്കെ ഓരോന്നൊക്കെ മൈക്കൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും നമ്മൾ കണക്കാക്കേണ്ടുന്ന കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വിജയമല്ല, ഭൂരിപക്ഷമാണ് പ്രധാനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേർപ്പ് ഏരിയ സെക്രട്ടറി TR മീര അധ്യക്ഷത വഹിച്ചു. പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹമാകെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ അന്ധകാരമായിട്ടുള്ള ഗർത്തങ്ങളിലേക്ക് ആണ്ടുപോകുന്ന തരത്തിലുള്ള ഭരണ നടപടികളുമായി ഒരു ഭരണാധികാരി വർഗം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി തന്നെ തങ്ങളുടെ ചുണ്ടുവിരൽ അടയാളപ്പെടുത്താനുള്ള ഒരു സന്ദർഭമാണ്.
ഷീല വിജയകുമാർ, VG വനജകുമാരി, സജിത, ഷീല ഭരതൻ, ശ്രീദേവി, ഹസീന അക്ബർ എന്നിവർ സംസാരിച്ചു. റാലിയിലും സമ്മേളനത്തിലും നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തി ആഘോഷിച്ചു. വൈകിട്ട് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിരവധി ഭക്തരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. പ്രസിഡന്റ് KB വാസുദേവൻ നമ്പൂതിരിപ്പാട്, സെക്രട്ടറി കൃഷ്ണനുണ്ണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അവണിശ്ശേരി ആനക്കല്ലെ 7 കമ്പനിക്ക് സമീപം ലക്ഷ്യ പൊതുജന സേവ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AR രാജു, സൂര്യ, ശോഭി എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങി എല്ലാവിധ പൊതുസേവനങ്ങളും ഇവിടെ ലഭിക്കും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന 100 നാൾ നീണ്ടു നിൽക്കുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിൽ 46-ാം ദിവസം ഭരതനാട്യമയമായി നൃത്തമണ്ഡപം. കലാക്ഷേത്ര സരിതയും പുത്രി ഋതികയും കൂടി ശതിസ്വരവും വർണ്ണവും ദേവർനാമയും ഭരതനാട്യത്തിൽ ചിട്ടപ്പെടുത്തി രംഗത്ത് അവതരിപ്പിച്ചു. പെരുമ്പാവൂർ NSS കരയോഗം വനിതാ സമാജം അവതരിപ്പിച്ച തിരുവാതിരകളിയും ഉണ്ടായിരുന്നു. നർത്തകിമാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടവിലങ്ങ് കാരയിലാണ് സംഭവം. തെരുവ് നായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കാര സ്വദേശി 20 വയസ്സുള്ള അനശ്വരിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 70 വയസ്സുള്ള ലീല, 17 വയസ്സുകാരൻ ആദിദേവ്, 76 വയസ്സുള്ള ഷൺമുഖൻ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റു 2 പേർക്ക് കൂടി നായയുടെ കടിയേറ്റതായി സൂചനയുണ്ട്. അഡാപ്റ്റ് സൊസൈറ്റിയുടെ വെങ്ങിണിശ്ശേരിയിലെ കേന്ദ്രത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിക്കുന്നു. 15-നും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഏപ്രിൽ 28-നകം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 കുട്ടികൾക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 830 107 4962 9447 524962. മുള്ളക്കര പെല്ലിശ്ശേരി ലൂവിസ് ഭാര്യ ആനി നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടക്കും.
സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. അമ്മാടം കപ്പേളയ്ക്ക് സമീപം ചോരാംകുളം കുറുപ്പുവളപ്പിൽ ബാബുവിന്റെ ഭാര്യ ദേവിയാണ് മരിച്ചത്. തൃശൂർ കുറുപ്പം റോഡിൽ തുണിക്കടയിലെ ജീവനക്കാരിയാണ്. വിഷു ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങവേ വെങ്ങിണിശ്ശേരി വിളക്കുകാൽ ബസ് സ്റ്റോപ്പിന് സമീപം ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു മാസത്തോളം നീണ്ട പ്രചരണത്തിനൊടുവിൽ കലാശക്കൊട്ട് അവിസ്മരണീയമാക്കി 3 മുന്നണികളും. വെള്ളിയാഴ്ച കേരളം ബൂത്തിലേക്ക്. ഇടതു മഹിളാ മുന്നണിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ വനിതാ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. രാമപുരം ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തി ആഘോഷിച്ചു. തൃശൂർ അരിമ്പൂരിൽ പട്ടാപകൽ വീടിനകത്ത് മുറിയിൽ കിടന്നിരുന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ നാടോടി സ്ത്രീ തട്ടിയെടുത്ത് കടന്നുകളയാൻ ശ്രമിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.